ഇഞ്ചക്ടർ, ഓയിൽ കൂളർ, തെർമോസാറ്റ് യൂണിറ്റ്, വാക്യൂം പമ്പിന്റെ പാക്കിങ്, പിന്നെ ടൈം ബെൽറ്റ് കറക്റ്റ് സമയത്ത് മാറി കൊടുക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർന്ന്. മലയാളി ഗ്യാരേജിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ യൂട്യൂബിലും അതുപോലെ തന്നെ വേറുള്ള മറ്റ് പരസ്യ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ, യൂസ്ഡ് വാഹനങ്ങൾ നിർത്തിയിട്ട സ്ഥലങ്ങളൊക്കെ ചെന്ന് കാണാം. 1 ലക്ഷം രൂപക്ക് പോളോ, അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് പോളോ, 50,000 പോളോ. ഒരുവിധം വാഹനപ്രേമികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട മോഡലാണ് വോക്സ്വാഗന്റെ പോളോ എന്നൊരു വാഹനം. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു റെഡ് കളർ പോളോ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണ്. പരസ്യങ്ങളിലും യൂട്യൂബിലും ഒരുപാട് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ കാണുന്നതാണ്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. 1 ലക്ഷം മുതൽ 50,000 രൂപ മുതൽ 1.5 ലക്ഷത്തിനുള്ളിൽ വരെ പോളോ, വെന്റോ ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടുന്നുള്ളത്. സാധാരണക്കാരന്റെ ആഗ്രഹമായിട്ടുള്ള ഈ ഇങ്ങനെ ഇതുപോലുള്ള ഒരു പോളോ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ, അതായത് മാന്യമായ രീതിയിൽ കച്ചവടം നടത്തുന്നവരുണ്ട്, വെറും പരസ്യങ്ങളിലൂടെ കച്ചവടം നടത്തുന്നവരുണ്ട്. പരസ്യങ്ങളിലൂടെ കച്ചവടം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനൊക്കെ പോളോ കിട്ടും. സംഭവം 10,000-ന് മാരുതി 800 കിട്ടുന്ന നാട് തന്നെയാണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനൊക്കെ പോളോ, വെന്റോ ഈ വണ്ടികളൊക്കെ കിട്ടും. അപ്പോൾ സാധാരണക്കാരല്ല 1 ലക്ഷത്തിന് പോളോ പോയി എടുക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒരുപാട് ആളുകൾ പോയി എടുക്കാറുണ്ട് വണ്ടി. പക്ഷെ വണ്ടി എടുത്ത് കഴിഞ്ഞ് പിന്നീട് ഈ വണ്ടി എടുത്തവർ പിന്നീട് വന്ന് കരയുന്നൊരു സ്ഥലമാണ് വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ. കാരണം ഈ 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ കിട്ടുന്ന പോളോ ഒക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഈ പോളോന്റെ ഒക്കെ പ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ആദ്യം എടുക്കുന്ന വണ്ടിയായിരിക്കും ആ വണ്ടികളൊക്കെ. അല്ലെങ്കിൽ ഫ്ലഡിലെ കാര്യങ്ങളൊക്കെ പെട്ടുങ്ങാണ്ട് കിടന്നിരുന്ന വണ്ടികൾ, അല്ലെങ്കിൽ ഇടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ മാക്സിമം ഉപയോഗിച്ച് ആ വണ്ടിയുടെ എന്തൊക്കെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു കച്ചവട സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. കാരണം നല്ലൊരു പോളോ എടുക്കുമ്പോൾ ഒരിക്കലും 1.5 ലക്ഷത്തിനൊന്നും പോളോ കിട്ടൂല. അപ്പൊ ഈ 1 ലക്ഷം 1.5 ലക്ഷം രൂപക്ക് പോളോ എടുത്തു കഴിഞ്ഞാൽ, പോളോ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം വോക്സ്വാഗൺ ആണ്, ജർമ്മനാണ്, എക്സ്പെൻസ് കൂടുതലാണ്. കാരണം ഒരു ഇഞ്ചക്ടറിന്റെ റേറ്റ് തന്നെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഇഞ്ചക്ടറിന് മിനിമം 10,000 രൂപയോളം കൊടുക്കണം. ഈ പോളോ പോലുള്ള വണ്ടികൾക്ക് സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇഞ്ചക്ടർ കംപ്ലൈന്റ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കടകട എന്നുള്ള ഒരു നോയ്സ്. ആ ഒരു ഇഞ്ചക്ടർ സർവീസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ചിലത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. അത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, കിട്ടിയാൽ തന്നെ എങ്കിലും നോയ്സ് ഉണ്ടാവും. പുതിയത് ഇട്ടാൽ തന്നെ അതിന് കോഡിങ് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം വണ്ടികളിൽ സാധാരണഗതിയിൽ നമ്മളൊരു പോളോ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഓയിൽ ലീക്ക്. ഈ സാധനത്തിന്റെ ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ആയി തുടങ്ങുന്നത് മുതൽ ഓയിൽ ലീക്ക് അതുപോലെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സാധനമാണ് ഈ പോളോ എന്ന് പറയുന്ന സാധനം. മാക്സിമം 1 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കംപ്ലൈന്റുകൾ തുടങ്ങും. ഒരു മാരുതി 800 അല്ലെങ്കിൽ ആൾട്ടോ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെന്നങ്ങോട്ട് തല വെച്ച് കൊടുക്കും ഇതേപോലുള്ള മുതലെടുക്കുക. വണ്ടി മുതൽ തന്നെയാണ്. അങ്ങനെ വണ്ടി തല വെച്ച് കൊടുക്കുന്നവരാണ്, അതായത് ഈ പരസ്യങ്ങളിലൂടെ ചെന്ന് വണ്ടി കണ്ട് തലയിൽ വെക്കുന്നവരാണ് പിന്നീട് ആ വണ്ടി പണിത് ഇറക്കാൻ 1-1.5 വണ്ടി വാങ്ങും. പിന്നീട് ആ സാധനം വണ്ടി പണിയെടുത്ത് ഇറക്കാൻ പൈസ അല്ലാണ്ട് ഏതെങ്കിലും മൂലൊക്കെ കിടക്കുന്നത്. അപ്പൊ എന്താണ് ഇത്തരം വണ്ടികളുടെ മെയിൻ കംപ്ലൈന്റുകൾ എന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഇതിന് കണ്ടുവരുന്നത് നമ്മുടെ ഹെഡിന്റെ മേളിൽ വരുന്ന കവർ ലീക്ക്, വാൽവ് കവറിന്റെ പാക്കിങ് ലീക്ക് ആയി പോകും. അപ്പൊ ഈ വാൽവ് കവറിന്റെ പാക്കിങ് ലീക്ക് ആയി കഴിഞ്ഞാൽ എഞ്ചിന്റെ പുറകു സൈഡിലൂടെ താഴേക്ക് ഓയിൽ ഇട്ടുന്നത് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു വാൽവ് കവർ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 3 സിലിണ്ടർ ആണെങ്കിലും 4 സിലിണ്ടർ ആണെങ്കിലും ശരി, എത്ര ഇഞ്ചക്ടർ ഉണ്ടോ ആ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ വാൽവ് കവറും കാര്യങ്ങളും അയച്ചെടുക്കാൻ. ഈ ഇഞ്ചക്ടർ അഴിച്ച് പിന്നീട് അത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത്, വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ടറിന്റെ നോയ്സ് ഒന്നും ചിലപ്പോൾ വണ്ടി അഴിക്കുന്നത് വരെ ഉണ്ടാവില്ല. പക്ഷെ അത് അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചക്ടറിന് നോയ്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഒരു 50%, 50-50 ചാൻസ് ആണ്. ചിലതൊക്കെ നമ്മൾ ഈ സാധനം അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് തന്നെ എത്താൻ പറ്റും. പക്ഷെ ചില വണ്ടികളിൽ അത് കിട്ടൂല, ആ ഒരു ലെവലിലേ അത് പോകുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചക്ടർ അഴിക്കുന്ന അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇഞ്ചക്ടറിന്റെ ബോൾട്ട് വരുന്നുണ്ട്, ചെറിയ 4 ബോൾട്ടാണ്. ആ സാധനം ഉപയോഗിക്കുന്നവർക്കും ഇതിന്റെ പണിയെടുത്തുള്ളവർക്കും അറിയാൻ പറ്റുന്ന സാധനമാണ് ഇഞ്ചക്ടറിന്റെ ബോൾട്ട് പൊട്ടിപ്പോകുന്ന ഒരു കംപ്ലൈന്റ്. അത് കിട്ടാനുള്ള ഒരു താമസം, ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ABS-ന്റെ സെൻസർ കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു വോക്സ്വാഗന്റെ വണ്ടികളും ഉണ്ടാവില്ല. ഒരു സെൻസർ മാറ്റി കഴിഞ്ഞാൽ, ഒരു വീലിലെ ഒരു സെൻസർ മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികം കുറച്ച് ദിവസം ഓടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കാലം ഓടുള്ളൂ. അപ്പോഴേക്കും അടുത്തത് പോയിട്ടുണ്ടാവും.
ചിലപ്പോൾ 4 പോയിട്ടുണ്ടാവും. ഈ ABS സെൻസറിൽ നിന്നാണ് നമ്മളെ വീലിന്റെ നമ്മളെ സ്പീഡോമീറ്ററിന്റെ റീഡിങ് എടുക്കുന്നത് അതിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് കൺട്രോളിങ്, ഈ ട്രാക്ഷൻ കൺട്രോള്, അതുപോലെ പല സംഭവങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ റീഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഫങ്ഷൻസും എടുക്കുന്നത് ഈ ഒരു വീൽ സ്പീഡ് സെൻസർ അഥവാ നമ്മളെ ABSന്റെ സെൻസറുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു കംപ്ലൈന്റ് പോളോക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പോളോ വെന്റോ ഇങ്ങനെ റാപ്പിഡ് കേട്ടോ, നമ്മളെ സ്കോഡ റാപ്പിഡ്, ഇതൊക്കെ സെയിം എഞ്ചിനാണ്. ഇതിലൊക്കെ വരുന്ന ഒരു കംപ്ലൈന്റ് പിന്നെ ഉള്ളത് ഓയിൽ കൂളറാണ്. അതായത് എഞ്ചിനെ തണുപ്പിക്കുന്ന ആ ഒരു വാട്ടറും ഓയിലും പാടെ കൂളായി നിൽക്കുന്ന ആ ഒരു യൂണിറ്റ് ഇതിന് സ്ഥിരം കംപ്ലൈന്റ് ഉള്ളതാണ്. നമ്മൾ ഇതിന്റെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടൊക്കെ ആയിട്ട്, സ്ഥിരം കണ്ടുവരുന്ന കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇതിന്റെ ഗിയർ ബോക്സിന്റെ സൈഡിൽ ഒരു ക്രാങ്കിന്റെ സീല് വരുന്നുണ്ട്, വലിയൊരു സീല്, അത് കംപ്ലൈന്റ് വന്നിട്ട് ലീക്ക് വരാറുണ്ട്. പിന്നെ ഉള്ളത് വാക്കം പമ്പാണ്. വാക്കം പമ്പിന്റെ പാക്കിങ് കൂടി ലീക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തരം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ പണി തുടങ്ങി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന നേരങ്ങത്തിൽ വണ്ടി കൊണ്ട് നടക്കുന്ന വണ്ടികളുണ്ട്, 3-4 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് വരെ, അതായത് കറക്റ്റ് മെയിൻ്റെനൻസ് ആയിട്ട് കൊണ്ടു നടന്ന വണ്ടികൾക്ക് 4 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ സിമ്പിളായിട്ട്, അതായത് നമ്മൾ വണ്ടി കണ്ടാൽ പുതിയതാണ്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലുള്ളൊരു രീതിയിൽ കാണാറുണ്ട്. പക്ഷെ അത് പക്ക മെയിൻ്റെനൻസ് ആണ്. അതുപോലെ പിന്നീട് കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് നമ്മളെ കൂളന്റ് പമ്പ് ബി എന്ന് പറയുന്ന ചെറിയൊരു അഡീഷണൽ നമ്മളെ EGR ഭാഗത്ത് കൂളിംഗ് സപ്ലൈ നടക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വാട്ടർ പമ്പ് ഉണ്ട്. ആ ഒരു സാധനം അടിക്കടിക്ക് കംപ്ലൈന്റ് വരുന്നതാണ് കേട്ടോ. നമ്മുടെ വാൾവ് കവർ പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനത്തിന്റെ ചുറ്റോറ് ഈ ഒരു പാക്കിങ്ങിനാണ് വാൾവ് കവർ പാക്കിംഗ്. പക്ഷെ ഇത് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിന്റെ മേളിൽ വരുന്ന ഇത് 3 സിലിണ്ടർ പോളാണ്. ഈ ഒരു സീല് കാര്യങ്ങളോ അതൊക്കെ നമുക്ക് കംപ്ലൈന്റ് വരാറുണ്ട്. ഇതിലൂടെ ഒക്കെ ഓയിൽ ലീക്ക് വരാറുണ്ട്. ഓയിൽ ലീക്ക് തുടങ്ങി കഴിഞ്ഞാൽ മാരക സൗണ്ട് ആയിരിക്കും. പിന്നെ ഈ പോളോന്റെ വണ്ടികൾക്കൊക്കെ നമ്മളൊരു എഞ്ചിൻ വീക്കായ രീതിയിലുള്ള ഒരു കംപ്രഷൻ ഔട്ടാകുന്ന ഒരു സൗണ്ടും കാര്യങ്ങളും വരാറുണ്ട്. അപ്പം ആ ഒരു സൗണ്ടിന് വരെ നമ്മൾ ഈ വാൾവ് കവറിന്റെ പാക്കിങ് ലീക്ക് ആയി കഴിഞ്ഞാൽ അതിലൂടെ മാരകമായ രീതിയിലുള്ള ഓയിൽ ലീക്ക് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വാൾവ് കവറിന്റെ ലീക്ക് വരെ അതിനൊരു കാരണമാണ്. അതുകൊണ്ട് എഞ്ചിന്റെ വീക്ക് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വാൾവ് കവർ പാക്കിങ്ങൾ പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു കംപ്ലൈന്റും വരാറുണ്ട്. അപ്പം ഈ ഒരു ഇതിലാണ് നമ്മൾ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു വാൾവ് കവർ കാര്യങ്ങൾ അഴിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓയിൽ കൂളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിലും വെള്ളവും തമ്മിൽ മിക്സ് ആവുന്ന കംപ്ലൈന്റ് പോളോക്കൊക്കെ കുറവാണ്, പക്ഷേ കംപ്ലൈന്റ് വരാറുണ്ട്. അതുപോലെ ഇതിന്റെ പോളോന്റെ ഓയിൽ കൂളറാണ്. ഈ ഓയിൽ കൂളറും കൊണ്ട് വാട്ടർ ലീക്കും സംഭവിക്കാറുണ്ട്, അങ്ങനെ ഓവർ ഹീറ്റും ആവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ലീക്കും വരാറുണ്ട്. അപ്പൊ ഈ പോളോന്റെ ഈ ഓയിൽ കൂളറിന്റെ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഒരു സൈഡിൽ ഇതാണ് ഇതിന്റെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന ഭാഗം. ഇതിൽ ഈ എഡ്ജ് നമ്മൾ ഈ കൂളന്റ് മെയിൻ ആയിട്ട് ഒഴിക്കാതെ വെറും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ കൂളന്റ് ഒഴിച്ച വണ്ടിയാണ് പോലും നമുക്ക് കംപ്ലൈന്റ് വരുന്നത്. ഈ സൈഡ് എഡ്ജ് പൊട്ടി പോയിട്ടാണ് കംപ്ലൈന്റ് വരുന്നത്. പിന്നെ ഈ ഒരു റിങ് കംപ്ലൈന്റ് ആയിട്ടും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ലീക്ക് വരുന്ന വേറൊരു ഭാഗമാണ് ഇത്. ഇതിന്റെ വാക്കം പമ്പാണ്. അതായത് നമ്മളെ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മളെ ബ്രേക്കിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബൂസ്റ്ററിനകത്തേക്ക് എയറിനെ എടുക്കുന്നതും അതിൻ്റെ അകത്തുള്ള എയറിനെ വലിച്ചെടുക്കും, അതിൻ്റെ എയർ സപ്ലൈ നടത്തുന്ന ഒരു വാക്കം പമ്പ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഹാർഡായി പോവുക, മരപ്പടലായി പോവുക, കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്കം പമ്പിന്റെ ഈ ഒരു ചുറ്റോറം വരുന്ന ഈ ഒരു പാക്കിങ് ഇതും സ്ഥിരമായിട്ട് കംപ്ലൈന്റ് കണ്ടുവരുന്നൊരു ഭാഗം തന്നെയാണ്. കണ്ടോ, അതിന്റെ നമ്മളെ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടാണ് ഇതിന്റെ വാൽവ് കവർ അഴിച്ചിട്ടുള്ളത്. വാൽവ് കവർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഓയിൽ ഇറങ്ങിയിട്ട് എഞ്ചിന്റെ പുറകിലൂടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങും. ഇതാണ് ഇതിന്റെ ഓയിൽ ലീക്ക് മെയിനായിട്ട് നമ്മൾ താഴത്ത് ഇങ്ങനെ ഒറ്റിക്കിടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും അഴിച്ചെടുക്കാൻ മാറിയിട്ടുണ്ട്. പിന്നെ എഞ്ചിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളൊരു വാക്കം പമ്പും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ, അതായത് ക്യാമിലേക്ക് കയറിയിട്ടാണ് നമുക്ക് അതിന്റെ വാക്കം പമ്പും കാര്യങ്ങളും വരുന്നത്. അതിലൂടെ ഓയിൽ ലീക്കായിട്ട് അങ്ങനെ പോവും. പിന്നെ വരുന്നതാണ് ഇവിടെയാണ്, ഈ ഒരു സ്ഥാനത്താണ് ഇതിന്റെ ഓയിൽ കൂളറും കാര്യങ്ങളും ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പോളോ വെന്റോ ഫാബിയ, അതായത് ഇത്തരം വണ്ടികൾ ഓടിച്ചിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വലിവ് കുറയുന്ന ഒരു അവസരത്തിൽ, വണ്ടിക്ക് പിക്കപ്പ് കുറയുന്ന ഒരു അവസരത്തിൽ ഒരു സ്പ്രിങ്ങിന്റെ പോലുള്ള ഒരു വാർണിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ ചില സമയത്ത് ഒരു എഞ്ചിന്റെ ഒരു വാർണിംഗ് ലൈറ്റ്, ഈ സാധനം വരും. നമ്മളൊന്ന് നല്ല സ്പീഡിൽ പോകുന്ന കാല് കൊടുക്കുന്നതോടുകൂടി നമ്മളൊരു വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യാൻ നേരത്തോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാല് അമർത്തിയിട്ട് ആക്സിലേറ്ററിൽ പെടലിൽ ചവിട്ടുന്ന നേരത്ത് അത് സ്പീഡ് എടുക്കാൻ നേരത്തായിരിക്കും ആ ഒരു സ്പ്രിങ്ങിന്റെ പോലുള്ള ഒരു വാർണിംഗ് ലൈറ്റ് വരികയും ചെയ്യും. അതുപോലെ തന്നെ ആ സമയത്ത് വണ്ടി പിക്കപ്പ് ഇല്ലാതെ വണ്ടി എത്ര കാലം എടുത്താൽ ഫ്യൂ എന്നുള്ളൊരു സൗണ്ട് വന്നുകൊണ്ട് വണ്ടി മൂവ് ആകാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട്.
അത്തരം കംപ്ലൈന്റുകൾ വരുമ്പോഴാണ് നമുക്ക് പിക്കപ്പ് ഇഷ്യൂ മനസ്സിലാവുന്നത്. അതിപ്പോൾ ടെർബോ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ടെർബോന്റെ ഈ പോളോന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഒരു ബമ്പറിന്റെ ഉള്ളിൽ വരുന്ന ഒരു പാനലൊക്കെ ഉണ്ടാക്കുന്ന വെറും ഫൈബർ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കുറവുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഒരുവിധമുള്ള 99% പോളോന്റെ അടി തട്ടിയിട്ട് ആ ഒരു ഇന്റർകൂളറിന്റെ ഏരിയ, അതായത് ആ ഒരു ഫൈബറിന്റെ അടിയത്തെ പീസിലായിട്ടാണ് നമ്മൾ ഇന്റർകൂളർ, അതായത് ടെർബോയിലേക്ക് ആവശ്യമുള്ള എയറിനെ തണുപ്പിച്ച് കൊടുക്കാനുള്ള ഇന്റർകൂളർ വരുന്നത്. ഈ സാധനം ഒരു ഇതുള്ളൊക്കെ കല്ലിലോ കുഴിയിലോ എവിടെയെങ്കിലൊക്കെ അടിച്ചു കണ്ട് പൊട്ടിയിട്ട് ഹോള് വീണിട്ടുണ്ടാവും. അങ്ങനെ അതിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിങ്ങിന്റെ പോലുള്ള വാണിംഗ് ലൈറ്റ് വരാറുണ്ട്, പിക്കപ്പ് ഇഷ്യൂ കാണിക്കും. അതുപോലെ തന്നെ ആ ഒരു ടെർബോന്റെ ഓസ് പൊട്ടി വരാറുണ്ട്. ഇതൊക്കെ കോമൺ കംപ്ലൈന്റുകളാണ്. ഇതൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഓസിന് മാത്രമേ 3000 മുകളിൽ വില. അപ്പം ഇതൊക്കെ അതിന് കംപ്ലൈന്റ് വരുന്നതാണ്. അതുപോലെ സോളിനോട് സ്വിച്ചിന്റെ പ്രശ്നം, ടെർബോന്റെ ആക്ച്വേറ്റർ വർക്ക് ആയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ, EGR ബ്ലോക്ക് കൊണ്ട് പ്രശ്നങ്ങൾ വരും. ഇതുകൊണ്ടൊക്കെ വലിവിനെ ബാധിക്കും. ആ ഒരു വാണിംഗ് ലൈറ്റും കാര്യങ്ങളും വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് കണ്ടുവരുന്ന കംപ്ലൈന്റ് ആണ് നമ്മളെ തെർമോസ്റ്റാറ്റിന്റെ ഒരു യൂണിറ്റ്. തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്ന യൂണിറ്റ് ഇടക്കിടക്ക് ലീക്ക് വരാറുണ്ട്. അതിലൂടെയൊക്കെ വാട്ടർ ലീക്ക് വരും. പക്ഷെ നമ്മൾ ഇതിന് ചില വണ്ടികളിലേക്ക് നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോളിൽ, ഇത് നമുക്കിത് ക്ലസ്റ്ററിൽ വാണിംഗ് ലൈറ്റ് അറിയാൻ കഴിയും വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോളുള്ള സ്വിച്ച് നമ്മളിങ്ങനെ മോഡ് മാറ്റി മാറ്റി നോക്കിയാൽ മാത്രമേ നമുക്ക് ആ വണ്ടിയുടെ ടെമ്പറേച്ചർ, നിലവിലെ ടെമ്പറേച്ചർ ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റിനകത്ത് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഉണ്ടായിരുന്ന പോലെ ആരോ മാർക്കുകൾ, അതേമാതിരി ടെമ്പറേച്ചർ ഗേജ് ഒരു സൈഡിൽ ഇങ്ങനെ പൊങ്ങിപ്പോണം, അങ്ങനത്തെ പരിപാടികളൊന്നും ഇത്ര വണ്ടികൾക്കില്ല. അപ്പം അത് നമ്മൾ ടെമ്പറേച്ചർ വണ്ടി വെള്ളമൊക്കെ കഴിഞ്ഞ് ഓവർ ഹീറ്റ് ആയിട്ട് അങ്ങേ അറ്റത്തേക്ക് എത്തിയതിനു ശേഷം വണ്ടി മരിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് മാത്രമാണ് നമുക്ക് അതിന്റെ വാണിംഗ് ലൈറ്റ്, റെഡ് വാണിംഗ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. ആ സമയത്തെങ്കിലും വണ്ടി ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ഹീറ്റ് ആയിട്ടുള്ളൂ വെച്ചാൽ നമുക്ക് എഞ്ചിൻ പണിയൊന്നും എടുക്കാതെ ഹെഡൊന്നും ഫേസ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഓടി തളർന്ന വണ്ടികളായിരിക്കും 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടണം. അപ്പോൾ അതൊക്കെ നന്നായി നോക്കിയതിന് ശേഷം വണ്ടി ചെന്നും കണ്ടാണ്ട് 1 ലക്ഷത്തിന് പോളോ 50,000 പോളോ എന്ന് പറഞ്ഞാൽ പെടാൻ നിൽക്കരുത്. എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം 4 ഇഞ്ചക്ടറും അല്ലെങ്കിൽ 3 ഇഞ്ചക്ടറും ഒരുമിച്ചാണ് അടിച്ചങ്ങോട്ട് പോയി എന്താ ചെയ്യുക, അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ക്ലച്ചും കാര്യങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ, ആ ഒരു പ്രശ്നമല്ല, അത് എല്ലാ വണ്ടിക്കും വരുന്ന പ്രശ്നങ്ങളാണ്. ഇഞ്ചക്ടർ, ഓയിൽ കൂളർ, തെർമോസാറ്റ് യൂണിറ്റ്, വാക്വം പമ്പിന്റെ പാക്കിങ്, പിന്നെ ടൈം ബെൽറ്റ് കറക്റ്റ് സമയത്ത് മാറി കൊടുക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർന്ന്. പിന്നെ അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ജെനുവൻ കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, അറിയുന്ന വണ്ടിയാണെങ്കിൽ. അല്ലാത്ത വണ്ടികളൊക്കെ ഒരു ഇതൊക്കെ തിരിച്ചു മറിച്ചിട്ടുണ്ടാവും. അപ്പൊ ടൈം ബെൽറ്റ് കറക്റ്റ് സമയത്ത് മാറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു പണിയിലേക്ക് പോകുന്നതിന്റെ മുൻപ് അത് മാറി കൊടുക്കുക. അതിന് കുറച്ച് പൈസ പോകുന്നതിന് നോക്കിയിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓയിൽ സർവീസും കാര്യങ്ങളും ടൈം ബെൽറ്റ് കാര്യങ്ങളും ഇങ്ങനത്തെ മാറേണ്ട സമയമായിട്ടുണ്ട്, കറക്റ്റായിട്ട് മാറി കൊടുക്കുക. എന്നാൽ അത്രയും കൂടി വിശ്വസിച്ചിട്ട് നമുക്ക് ആ വണ്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന കംപ്ലൈൻറ്റിന്റെ ടോട്ടൽ ബോഡി കംപ്ലൈന്റ് വരാറുണ്ട്. അതായത് ആക്സിലറേറ്ററിനെ ബാധിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് അത്. പല പ്രശ്നങ്ങളും വേറെ അതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടക്കിടക്ക് കംപ്ലൈന്റ് വരുന്നൊരു മുതലാണ് നമ്മളെ ഈ ജർമ്മൻ മുതൽ കേട്ടോ. അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കാൻ വേണം. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിങ്ങോട്ട് തല വെച്ച് കൊടുക്കാൻ നിൽക്കരുത്. ഈ പോളോ പോലുള്ള മറ്റേ സംഭവ രാജകീയതേക്കാരം, പക്ഷെ രാജകീയം പിന്നെ ലാസ്റ്റ് അത് അടിമട അവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ മെയിനായിട്ട് പോളോന്റെ വണ്ടികൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഓയിൽ വാണിംഗ് ലൈറ്റ്. ഈ ഓയിൽ വാണിംഗ് ലൈറ്റ് കത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്, തെളിയാറുണ്ട്. അതായത് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഓയിൽ സ്വിച്ചിന്റെ കംപ്ലൈന്റും കൊണ്ടും ആ ഒരു ലൈറ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ ഓയിൽ സ്വിച്ചിന് ചില സമയത്ത് കംപ്ലൈന്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എന്താ പറയാ വാൽവ് കവറിന്റെ പാക്കിംഗ് ലീക്ക് ആയിരിക്കുമ്പോൾ അതിലൂടെ ഓയിൽ പിറകിലോട്ട് ഇറങ്ങിയിട്ട് ആ സ്വിച്ചിന്റെ വയറിലേക്ക് എത്തുമ്പോൾ അതിൽ തട്ടിയിട്ട് അങ്ങനെ ആ ഒരു ഓയിൽ ഇതുമ്പാടെ ഷോർട്ടായിട്ട് നമുക്ക് ആ ഒരു ഓയിലിന്റെ വാണിംഗ് ലൈറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ ആ ഒരു കപ്ലയർ നമ്മൾ അയച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ തീരും, അല്ലെങ്കിൽ ആ ഓയിൽ സ്വിച്ചും മാറേണ്ടി വരാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് പോളോന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ടെർബോ റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, EGR പ്രശ്നങ്ങൾ വരാണ്ട്, വലിവ് പിക്കപ്പ്, ഈ ഒരു സംഭവങ്ങളൊക്കെ കുറേയായിട്ട് വരാണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സോളിനോട് വാക്വം സോളിനോട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വലിവ് കുറയുന്ന കാര്യം. പിന്നുള്ളത് ഇതിന്റെ ഓയിൽ കൂളറിനൊരു എക്സ്പെൻസ് എന്ന് പറയാൻ കാരണം, അപ്പൊ നമ്മൾ ഈ ഒരു ഓയിൽ കൂളറും കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ മാറുകയാണെങ്കിൽ തന്നെ, അതായത് മിനിമം സാധനത്തിന് തന്നെ 10-12 രൂപയോളം, വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി സാധനത്തിന് 8-9 ആ റേഞ്ചിൽ സാധനത്തിന്. പിന്നെ അതിന്റെ പണിക്കൂലിയാണ് ഇതിന്, കാരണം അത് എന്ത് സാധനം അയച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത്യാവശ്യം ലേബർ വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഓയിൽ സ്റ്റിക്കിന് അകത്തുകൂടി പുക വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം CC കൂടിയ വണ്ടികളൊക്കെ ഓയിൽ സ്റ്റിക്ക് വലിച്ചു കഴിഞ്ഞാൽ, ന്യൂ ജനറേഷൻ വണ്ടികളിലൊക്കെ ഓയിൽ സ്റ്റിക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിലൂടെ പുകയൊക്കെ തള്ളും, ഒരു ആവിയൊക്കെ വരും. അത് ഈ ഡീകംപ്രഷൻ അടിച്ച് കയറുന്നതുകൊണ്ട് മാത്രമല്ല, ഈ ഡീകംപ്രഷൻ അടിച്ചിങ്ങാണ്ട് നമ്മളെ ഈ ഓയിൽ സ്റ്റിക്ക് വലിച്ചിട്ട് അതിനകത്ത് കൂടി നമ്മളിങ്ങനെ വിരൽ വെക്കുന്ന സമയത്ത് നമ്മുടെ
വിരലിലേക്ക് ഓയിൽ അടിച്ച് കയറുന്നുണ്ടെങ്കിൽ എഞ്ചിൻ വീക്കാണെന്ന് അർത്ഥം. അല്ല, ഈ ഒരു ആവി മാത്രമേ വരുന്നുള്ളൂ വെച്ചാൽ ആ എഞ്ചിൻ അത്ര വീക്കൊന്നും ആയിട്ടില്ല. ബാക്കി നമ്മൾ അത്യാവശ്യം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മൾ എടുത്ത് തലയിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ അതിനെ ടെൻഷൻ അടിച്ചൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. നമ്മൾ ആ ഓയിൽ സ്റ്റിക്കിലൂടെ ഓയിൽ അടിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക് ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് മുൻപ് കൊണ്ടുനടന്നിരുന്നവർ എങ്ങനെയാണ് ഓയിൽ സർവീസും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന്റെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടി ഓടിച്ച് നോക്കുക. എന്നിട്ട് ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല, ഓയിൽ ചിലവാകുന്നുണ്ട്, അതേപോലെ തന്നെ വണ്ടിക്ക് വലിവ് അതായത് ടെർബോ അല്ലെങ്കിൽ സോളിനോട് ഇങ്ങനത്തെ ഒന്നും അല്ലാത്ത സ്വാഭാവികമായിട്ട് എഞ്ചിന്റെ ഒരു വീക്ക് ഉണ്ടെങ്കിൽ വേറൊരു വലിവ് കുറവോ ഇഷ്യൂസും പല രീതിയിൽ കാണിക്കും. അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ വലിയ വലിയ പണികളിലേക്ക് കടന്നാൽ മതി. അപ്പൊ ഈ യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് ഒറ്റ അടിക്കേണ്ട ഇന്റെ എഞ്ചിൻ പോയി ഇന്റെ പൈസ പോയി എന്നുള്ളൊരു വർത്താനം എന്ന് പറയാൻ നിൽക്കരുത്. ആദ്യമായിട്ട് ഈ ഓയിൽ സ്റ്റിക്കിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോളോന്റെ ഒക്കെ എത്ര നല്ലൊരു വണ്ടി സ്റ്റിക്ക് വലിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ആവി അതിലൂടെ തള്ളിക്കൊണ്ടേയിരിക്കും. അതേമാതിരി മേലത്തെ ക്യാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്ക് വലിച്ചിട്ട് ഓയിൽ അടിച്ച് നന്നായിട്ട് മുകളിലേക്ക് ഓയിൽ തള്ളുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ എഞ്ചിന് വീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു വോക്സ് വാഗന്റെ ഒക്കെ വണ്ടികൾ എടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് പൈസ പോണ ഏർപ്പാടാണ്. ഒരു സാധാരണക്കാരനെ കൊണ്ട് അങ്ങനെ അത്രയും പെട്ടെന്ന് കൂട്ടിയാൽ കൂടുന്ന സംഭവമൊന്നുമല്ല. ഒരു വണ്ടി വാങ്ങാനല്ല പണി. 1, 1.5, 2, 5 ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും. പക്ഷേ ഒരു വണ്ടി പോറ്റണമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു ചിലവുള്ളത്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളുടെ മുന്നിൽ കൂടെയും ഒരുപാട് വണ്ടികൾ കെട്ടിക്കിടക്കുന്ന വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോ മോഹപ്പുറത്ത് ആളുകൾ വണ്ടി വാങ്ങും. പക്ഷെ പിന്നീട് അത് പണിയിച്ച് കഴിയുമ്പോൾ അതിന്റെ സാധനങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വണ്ടി പൈസ തന്ന് വണ്ടി കൊണ്ടുപോകാൻ പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിയിട്ട് വളരെ കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നന്നാകാനുള്ള പൈസ ഉണ്ടാവില്ല. അവിടെയാണ്. അപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മളൊരു ഫാമിലി കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് കൂടുന്നുണ്ടെങ്കിൽ തിരിഞ്ഞാൽ മതിയിലേക്ക്. ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നവനാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. നിങ്ങൾ 1 1.5 കൊടുത്തോളൂ. പക്ഷെ 1 1.5 കൊടുക്കുന്ന വണ്ടികൾ തീർച്ചയായും പിന്നീട് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ആ 1 1.5 കൊടുക്കുന്ന വണ്ടികൾ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ഒഴിവുണ്ടാവില്ല. ഒരു ദിവസം എന്തെങ്കിലും പണിക്ക് കയറ്റി അത് കഴിഞ്ഞു പോയാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത മാസം മുതൽ വീണ്ടും കയറേണ്ടി വരും. അതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുക. വേറൊരു കാര്യം കൂടി, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നത് സപ്പോർട്ടാക്കുക. ബെല്ലൈക്കണൊന്നും നക്കാൻ മറക്കില്ല. പുതിയ വീഡിയോസുകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്.